ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫാണ്. ഓൾറെഡി എനിക്ക് കുറച്ച് കോൾഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി വീഡിയോ എടുക്കണമെന്ന് നല്ല ആഗ്രഹത്തിലിരുന്നതാണ്. ഓർത്തു രാവിലെ എണീച്ചപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു, എടുക്കണോ വേണ്ടയോ എന്ന്. പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരു ബിസി ഡേ, ചക്കുവിന് സ്കൂളുള്ളൊരു ഡേ ആണ്. അപ്പം അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ തുടങ്ങട്ടെ രാവിലെ എൻ്റെ പണികൾ. ആദ്യം ചായ ഇട്ട് കുടിക്കണം, എന്നാലും എനിക്കൊന്ന് സമാധാനമാകത്തുള്ളൂ. അപ്പം ചായ ഇടട്ടെ ഫസ്റ്റ്. ഇന്ന് ചക്കുവിന് സ്കൂളിൽ റെഡ് ഡേ ആണ്. അപ്പൊ അവനെല്ലാം ഇന്ന് ഫുള്ള് റെഡില് കാര്യങ്ങളെല്ലാം കൊടുത്തു വിടണം. റെഡ് ഉടുപ്പ്, റെഡ് എന്താ ഫുഡ്, സ്നാക്സ് വരെ റെഡ് കൊടുത്തു വിടണം, റെഡ് ടോയ്. അപ്പം ഞാൻ ഇന്നലത്തെ കുറച്ച് അപ്പത്തിന്റെ മാവ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തു അതിൽ ഇച്ചിരി ബീട്രൂട്ട് മിക്സ് ചെയ്തിട്ട് റെഡ് അപ്പം ഉണ്ടാക്കി കൊടുത്തു വിടാന്ന്. അല്ലാണ്ട് അവൻ ഫ്രൂട്ട്സ് അങ്ങനെ ഒന്നും കഴിക്കാറില്ല. അവനും കുറച്ച് അവന് കഴിഞ്ഞ ആഴ്ച ഫുള്ള് പനിയായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ജലദോഷവും പനി ടെമ്പറേച്ചർ മാറി, പക്ഷെ കുറച്ച് എന്തുവാ മൂക്കൊലിപ്പൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ അവന് സാധാരണ അവനും പാലും എനിക്ക് ചായ ഉണ്ടാക്കാറ്. ഇപ്പൊ ഇതായേ പിന്നെ ചുമയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അവന് പാലിപ്പോൾ രാവിലെ കൊടുക്കാറില്ല. വൈകിട്ട് മാത്രം കുറച്ച് പാല് കൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് മാത്രമുള്ള ചായ മതി. മുത്ത് ചായ കുടിക്കാറും ഇല്ല. അപ്പൊ എനിക്കുള്ള ചായ ഉണ്ടാക്കി ഫസ്റ്റ് ആ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കത്തിൽ നിന്ന് ചെല്ലുമ്പോൾ ഒരു സമാധാനം കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് തലവേദനയോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. അതുകൊണ്ട് ആദ്യം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ഞാൻ ആ മാവ് എടുത്ത് വെളിയിലോട്ട് വെക്കട്ടെ. കുറച്ച് ഓ മൈ ഗോഡ്, അത് കുളിച്ച് പൊങ്ങിയിരിക്കുന്നു. മാവ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് വന്ന് ബാക്കി ചെയ്യുന്നതായിരിക്കും. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇന്ന് ഞാൻ 6:30 ആകുമ്പോൾ എണീക്കുന്നതായിരുന്നു. പക്ഷേ എണീക്കാനും താമസിച്ചു. കാരണം പുറത്ത് നല്ല മഴയാണ്, നല്ല മഴ. ഇന്നലെ തുടങ്ങിയ മഴയാണ്. 2-3 ദിവസമായി തുടങ്ങിയിട്ട്. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ ഇതുവരെ നിന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും മഴയാണ്. ചായ ഇട്ടു. ചായ കുടിച്ചിട്ട് ഞാൻ ചായ അടിക്കാറൊന്നുമില്ല. ഞാൻ മാത്രമായിട്ട് കുടിക്കുമ്പോൾ എല്ലാവരും കൂടെ കുടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വരുമൊക്കെ ആണെങ്കിൽ ചായ അടിച്ചൊക്കെ എടുക്കും. ചായ കുടിക്കട്ടെ കേട്ടോ ഫസ്റ്റ്. നിങ്ങളെ ഒരു കാര്യം കാണിക്കട്ടെ, ഇങ്ങോട്ട് നോക്ക്. ഇന്നലെ ഞാൻ തുണിയെല്ലാം അലക്കിയിട്ട് എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് മഴ തുടങ്ങി. എന്നിട്ട് ഇനി ഇവിടെ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഉള്ള തുണിയെല്ലാം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുക. ശരിക്കൊന്നും ഉണങ്ങിയിട്ടില്ല. ചെറിയൊരു തണുപ്പ് ഉണങ്ങി, പക്ഷെ ഒരു തണുപ്പ് കൂട്ട് തോന്നുന്നു. വേറെ ഇടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട്. പുറത്ത് ബാൽക്കണി ഉണ്ട്, പക്ഷെ അവിടെ ഇട്ടാലും ഈ മഴയുടെ കൂടി നല്ല കാറ്റ്. അപ്പൊ കാറ്റടിച്ച് ഈ മഴവെള്ളം ഫുള്ള് ആ ബാൽക്കണി മൊത്തം കുളമായി കിടക്കുക. അവിടെ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടേക്കുക. അതുകൊണ്ട് ഇപ്പൊ രാവിലെ എണീച്ചപ്പോൾ ഫുള്ള് മഴ, പുറത്ത് ചാറ്റമഴ, ഫുള്ള് നനഞ്ഞു കിടക്കുന്നു. ചായയൊക്കെ കുടി കഴിഞ്ഞു. ഇനി അപ്പത്തിനുള്ള ബീട്രൂട്ട് ശരിയാക്കട്ടെ. കുറച്ച് ബീട്രൂട്ട് മതിയായിരിക്കും, കുറച്ച് അപ്പമല്ലേ ഉള്ളൂ, കുറച്ച് മാവല്ലേ ഉള്ളൂ. കൊള്ളാവോ ഈ ഡസ്റ്റ്ബിൻ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നേരത്തെ മുൻപിലുണ്ടായിരുന്ന ഡസ്റ്റ്ബിൻ മുത്ത് എറിഞ്ഞ് പൊട്ടിച്ചു. അതിന് മുത്ത് വാങ്ങിച്ചു തന്ന പുതിയ ഡസ്റ്റ്ബിൻ നല്ല രസമുണ്ട്. ഇതിന്റെ പല കളറുണ്ടായിരുന്നു അല്ലേ മുത്തേ? എനിക്ക് പക്ഷെ ഈ കളർ ബ്ലാക്കാ ഇഷ്ടപ്പെട്ട. മുത്തിനാണെങ്കിൽ അതാകുമ്പോ ചെളി വെട്ടിയാൽ അറിയില്ലല്ലോ പെട്ടെന്ന്. മുത്തിനും ആ ഒരു ക്രീം കളറാ ഇഷ്ടപ്പെട്ടല്ലേടാ? ഇത് അറിയാമോ മുത്തു പെട്ടെന്ന്? എനിക്കും അറിയത്തില്ല. ഒന്ന് അരയ്ക്കട്ടെ. എന്താ മിക്സി ആയതുകൊണ്ട് എനിക്ക് സംശയം. ഇത് റെഡ് കളർ അല്ലല്ലോ മുത്തേ. മുത്തേ, മുത്തേ, ഇതിന്റെ കളർ റെഡ് അല്ല. വല്ലാത്ത ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ കളറാവൂ. ഇതിന്റെ കളർ ഇതാണ്. ഇത് റെഡ് ആണോ? ഇത് റെഡ് ആണോ മുത്തേ? ഇതൊരു ഈ കളർ എന്തോ ഒരു അല്ലെങ്കിൽ പിന്നെ എന്തോ കൊടുത്തു വിടും ഇത് റെഡ് ആയില്ലെങ്കിൽ. ശരിക്കും അരഞ്ഞിട്ടില്ല, ഇച്ചിരിയും കൂടെ അരക്കണം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം തോന്നുന്നു. അരച്ച ബീട്രൂട്ട്
ഞാൻ ഈ ഇതിനകത്ത് ഇട്ട് നോക്കട്ടെ. കുറച്ച് ഒരു ബീറ്റ്റൂട്ട് ഇട്ടു, പക്ഷെ അത് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്. നോക്കട്ടെ. ഞാനിത് ബീറ്റ്റൂട്ട് ഇട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. അവരുടെ സ്കൂളുകാർ തന്നെ പറഞ്ഞ റെസിപ്പിയാണ്. അതുകൊണ്ട് കൂനെ എണ്ണിപ്പിച്ചില്ലല്ലോ. ഇതിപ്പോൾ റെഡ് അല്ലല്ലോടാ, പിങ്ക് കളറല്ലേ മുത്തേ. അവരുടെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വിട്ടിരുന്നേ, ഒന്നിൽ ഫ്രൂട്ട്സ് ഇല്ലേ റെഡ് കളർ, ചെറി അല്ലെങ്കിൽ സ്ട്രോബെറി, വാട്ടർമെലൺ, അങ്ങനെ എന്തേലും. ഇത് മൂന്നും ചക്കു കഴിക്കത്തില്ല. ചക്കു ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറേ ഇല്ല. പിന്നെ അല്ലെങ്കിൽ അവർ പറഞ്ഞു ബീട്രൂട്ട് ഇഡലിന്ന്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ അപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു. ഇനി അതിനു വേണ്ടിയിട്ട് ഇനി ഞാൻ ഇഡലി മാവ് ഉണ്ടാക്കണ്ടായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതുണ്ടാക്കി. പക്ഷേ ഇതിനൊരു പിങ്ക് കളർ. ഇനി ഉണ്ടാക്കി നോക്കട്ടെ ഏത് കളർ വരുമെന്ന്. ഇപ്പോൾ റെഡ് വന്നില്ലെങ്കിൽ എന്ത് കൊടുക്കും? ചക്കുന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തില്ല, ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഇല്ലേ, അതിനകത്ത് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടുള്ള ചെറിയ ചെറിയ അപ്പം ഉണ്ടാക്കിയാണ് കൊടുത്തു വിടുന്നത്. കറിയൊന്നും വേണ്ട, അവരുടെ സ്കൂളിൽ നോൺ വെജ് ഒന്നും അലൗഡ് അല്ല. അപ്പം ജസ്റ്റ് അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇടും. പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കൊടുത്തുവിടും. അത് അവന് ഇഷ്ടമാണ് കേട്ടോ. ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കത്തില്ല. ഇതിപ്പോൾ ഏത് കളർ വരുമെന്ന് അറിയത്തില്ല. ഇന്ന് അവൻ്റെ സ്കൂളിൽ റെഡ് ഡേ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ വന്നു നിൽക്കുക. പിന്നെ 5 മണിക്ക് പേരൻസ് എന്തോ മീറ്റിംഗ് കൂട്ടമുണ്ട്, 5 തൊട്ട് 5:45 വരെ. ഇനി അതിന് ഞങ്ങൾക്ക് പോകണം. അപ്പം ഇന്ന് അത് ഞാൻ പറഞ്ഞ ഒരു ബിസി ഡേ ആണ്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചക്കുവിനെ രാവിലെ സ്കൂളിൽ വിടുന്നിടം വരെ ഒരു വെപ്രാളല്ല. അവൻ ചിലപ്പോൾ രാവിലെ അവൻ്റെ മൂഡ് അങ്ങനെ. ഇപ്പം പനിയായി പിന്നെ കുറച്ച് മടിയൊക്കെ ആയി. പക്ഷെ ഇന്നലെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ദിവസം സ്കൂളിൽ പോയില്ലായിരുന്നു. പനിയായിട്ട് ഒരാഴ്ച സ്കൂളിൽ പോയില്ല. ഇതിപ്പോ ചുമന്ന കളർ ആവുന്നില്ലല്ലോ മുത്ത. ഇപ്പൊ എന്ത് കൊടുക്കും? എന്റെ പാലപ്പം. കറക്കാൻ പറ്റുന്നില്ല. എന്നാ അത് നോക്കിക്കുന്ന ഹെൽപ്പ് ചെയ്യാമല്ല. ചൂട് സാധനം ഞാൻ എന്റെ കൈ വെച്ച് കറക്കണം. ഞാൻ ആദ്യത്തെ അകത്ത് പഞ്ചസാര ഇടാനും മറന്നുപോയി ഗൈസ്. ഇതാ ഈ വീഡിയോ എടുത്ത് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പോയാൽ കുറെ പാളിച്ചകൾ വരും. ചക്കുവിനെ എണ്ണിപ്പിച്ചില്ല. അത് 8 മണിയായേ. ഇനിയാണ് പടപ്പടപ്പയ്യോ സമയം പോകും. ഇത് കണ്ടോ മുത്തിന്റെ പൂവപ്പം. മുത്തിനാടനെ പൂവപ്പം വേണമെന്ന്. ഇത് രണ്ടെണ്ണം എന്തുവാ? ബട്ടർഫ്ലൈ പോലെ ചക്കുനി 9:30 പോണം. ചക്കുന് ആദ്യം ഉണ്ടാക്കിയ കുഞ്ഞപ്പം കണ്ടോ? അപ്പൊ നമുക്ക് ഇത് സത്യത്തിൽ റെഡ് അല്ലടാ. നല്ല രസമുണ്ട് കാണാനല്ലേടാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം. നല്ല കളർഫുൾ അല്ലേ? പക്ഷെ ഇത് റെഡ് അല്ല, ഇത് പിങ്ക് ഡേക്ക് ഇടാൻ പറ്റിയ ഫുഡായിരുന്നു. നീ പിങ്ക് ഡേ യെല്ലോ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമോ? പിങ്ക് ഡേ ഉണ്ടോ? എനിക്കറിയില്ല. പിങ്ക് ഡേക്ക് പറ്റിയതാ ഇതായിരുന്നു. പക്ഷെ ഇതിന് ടീച്ചർ ചോദിക്കുവോ? പെട്ടെന്ന് പിടിക്കും. എന്റെ കയ്യെ കൊണ്ട് വെള്ളം കയ്യും പൊള്ളിച്ചിട്ട് രാവിലെ നടപ്പെടുത്ത് എന്റെ കയ്യെ കൊണ്ടുപോയി ഗൈസ്. ഞാൻ പറഞ്ഞു ഇതിന്റെ കീഴിലോട്ട് കയറി നിൽക്കാൻ, ഇച്ചിരി അങ്ങോട്ട് നീങ്ങി നിൽക്കണമായിരുന്നു. മുത്ത് ചക്കുവിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. ചക്കു ആണെങ്കിൽ നല്ല സുഖത്തിന് കിടന്ന് ഉറങ്ങുവാണ് തണുപ്പത്ത്. ചക്കുവിനെ ഈ തണുപ്പത്ത് സ്കൂളിൽ വിടാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സ്കൂളിൽ ഇതൊക്കെ വീഡിയോ എടുക്കുന്നോണ്ടാണോ പെട്ടെന്ന് എണ്ണീച്ചേ? യോ മുത്തുക്കാ പോതപ്പ് ആ ബെഡിൽ ഇരിക്കുന്ന കണ്ടോ ഗൈസ്? എന്റെയും ചക്കുവിന്റെ ഒരാഴ്ചയായിട്ട് തിന്നുന്ന മരുന്നുകളാണ്. അങ്ങനെ ചക്കുവിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. നമസ്തേ. ഇനി നമുക്ക് ബ്രഷ് ചെയ്യാം. രണ്ടുപേരും പല്ല് തേപ്പാണ്.
അവൻ തന്നെ തേക്കും. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അവൻ ബാക്കി തരും. വാ കുളിക്കാൻ വാ, സമയം പോവാ. ചക്കു ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി ചക്കുനെ കുളിപ്പിച്ചിട്ട് വരട്ടോ. ടാറ്റാ. ഇങ്ങനെ ചക്കു അപ്പൊ ഇനി ചക്കുവിന് ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യട്ടെ. ചക്കുവിന്റെ ടിഫിൻ ബോക്സ് ഉണ്ടോ? ടിഫിൻ ബോക്സും ഇന്ന് റെഡാ. ഇത്രയും അപ്പം മാത്രം മതി. ഓൾറെഡി ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ഫുൾ അവൻ കഴിക്കും, ചിലപ്പോൾ അവൻ കഴിക്കത്തില്ല. ഇതിന് അവൻ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് വരും. 9 മണിക്ക് പോയിട്ട്. ചക്കു ഇന്ന് ടോയും കൊണ്ടുവന്നു. ഈ ടോയ് ആണോ കൊണ്ടുവന്നേ? ആ ടോയെ പേര് എഴുതിയില്ല. ബാ ചക്കുന്റെ ബാഗിൽ കയറ്റി വെക്കട്ടെ. ബാഗിൽ ഒന്നുമില്ല, അവന്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ബുക്കൊന്നും ഇല്ല അവന്. ഈ ടവൽ ഇന്നലെ എടുത്തായിരുന്നോ? ചക്കുന് ഇനി അപ്പം കൊടുക്കട്ടെ പെട്ടെന്ന്. ചക്കാല് ശരിക്കും വെച്ചേ. ഇത് റെഡ് കളറിലെ അപ്പം ഇന്ന് ചക്കുന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഇത് വയലറ്റ് ആണോ? ചക്കുനെ തെർമലൊക്കെ ഇടിപ്പിച്ചാ കൊണ്ടുപോകുന്നത് ഞങ്ങള്, തണുപ്പായതുകൊണ്ട്. ഇത് വയലറ്റ് അല്ലടാ, ഇത് വയലറ്റ് അല്ല, ഇത് റെഡ്. ടീച്ചർ ചോദിക്കുകയാണെങ്കിൽ ഇത് റെഡാന്ന് പറഞ്ഞാ. നിന്റെ ടീച്ചറാ പറഞ്ഞ ബീട്രൂട്ട് വെച്ച് അപ്പം ഉണ്ടാക്കിയാ മതിയെന്ന്. ഇപ്പൊ ഞാൻ എന്ത് എടുക്കാനും? ബീട്രൂട്ട് വെച്ചപ്പോ ഈ കളറാ വരുന്നത്. ടീച്ചറിനോട് ചോദിച്ച ടീച്ചർ ഇത് വയലറ്റ് എന്ന് പറഞ്ഞാൽ മതി. ടീച്ചറല്ലേ ബീട്രൂട്ട് വെച്ച് അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞേന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പെട്ടെന്ന് ചവച്ചെറുക്ക്. സമയം പോയി. ടൈം എത്രയായി? ചക്കു സ്കൂളിൽ പോയി. ചക്കു ഞാൻ ടോയ് വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്. നോക്ക്, ഇതിൽ വെച്ചിട്ടുണ്ട്. ടീച്ചർ ചോദിക്കുവാണെങ്കിൽ മാത്രം എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. പേരമ്മ എഴുതിയിട്ടുണ്ട്, മാറിപ്പോലെ. ബാബാ പോ, സമയം പോയി. ചക്കുനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഹെൽമെറ്റ് ഒക്കെ വെക്കാണ്. ചെറിയൊരു മഴച്ചാട്ടുണ്ട്. റെയിൻകോട്ട് വേണോ മുത്തു? നമ്മുടെ ഹെൽമെറ്റ് കൂടെ എടുത്തോ. മഴ ചാറ്റുമല്ലേ, തലയിൽ വെള്ളം വീഴണ്ട. എനിക്ക് വേണം. എനിക്ക് വേണം മഴച്ചാൽ. എനിക്ക് ഒന്നാമത് കോൾഡല്ലേ. ഞങ്ങള് ചക്കുവിനെയും കൊണ്ട് പോവാണ്. ചക്കു വേണ്ട മുമ്പിൽ നിൽപ്പുണ്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട്. ചെറിയൊരു മഴച്ചാറ്റലുണ്ട്. പട്ടി കടിക്കോ? അടങ്ങിയിരുന്ന് പഠിച്ചോണം കേട്ടോ, ഓടി നടക്കല്ലേ. വാ ചക്കുന്റെ സ്കൂളിൽ വാ കാണിക്ക. ചാറ്റ കൊടുക്കുമ്പോ തന്നെ ചക്കുന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇന്ന് റെഡാണ്. ഇന്ന് ചക്കുന്റെ സ്കൂളിലെ റെഡ് ഡേ ആണ്. അവരവിടെ റെഡ് എന്തോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? കാണത്തില്ല, പിള്ളേരെല്ലാം വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോട്ടെ. ഞങ്ങൾക്ക് ഇനി കടയിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. മുത്ത് മേളിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വീഡിയോ നിർത്തട്ടെ. അപ്പം ചക്കു സ്കൂളിൽ പോകുന്ന ഒരു ദിവസത്തെ ഞങ്ങളുടെ മോർണിംഗ് ഡേ ഇങ്ങനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.